നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ പുണർദം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് മിഥുനക്കൂറിലും ശേഷം 15 നാഴിക വരുന്നത് കർക്കിടകക്കൂറിലുമാണ്. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങളാണ് ഈ മാസം കാണുന്നത്. കാരണം ലഗ്നത്തിൽ ബുധൻ സ്വക്ഷേത്ര ബലവാനായിട്ട് പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്തു നിൽക്കുന്നു. ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം, അതേപോലെ ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത്. അപ്പോൾ തൊഴിലിൽ ഭാഗ്യം അനുഭവിക്കാനും ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാനും സാധിക്കുന്ന സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നേതൃസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന സമയമാണ്. അപ്പോൾ ദൈവാധീനം നല്ല രീതിയിലുള്ള സമയമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് നാളായിട്ടൊക്കെ ദോഷം കുറച്ച് കൂടുതലുള്ള സമയമായിരുന്നു. ഇപ്പോൾ ദൈവാധീനം വർദ്ധിച്ചു, കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ട് നടക്കും. എന്നാൽ ചിലവ് ജാസ്തി വരാനുള്ള സാധ്യതയുണ്ട്. 10 രൂപ ചിലവാക്കേണ്ടിടത്ത് 25 രൂപ ചിലവാകുന്നൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ചിലവ് നിയന്ത്രിക്കണം. അതുപോലെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഉള്ളതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതായത് നമ്മളിപ്പോൾ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും ബാധ്യതകളുണ്ടോ ആ ദിവസം നമുക്ക് പോകാനായിട്ട് സാധിക്കാതെ വരിക. അപ്പം അങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങളുണ്ടെങ്കിലും പൊതുവെ അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമാണ്. എന്നാൽ ഭാഗ്യസ്ഥാനത്ത് രാഹുവാണ്. രാഹു ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കും. ചില സമയത്ത് ഇത് കൂടും, ചില സമയത്ത് ഭാഗ്യക്കുറവുണ്ടാകും. അത് കാരണം നാഗപൂജ മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ മുട്ടിന് മുകളിലേക്കും നരയ്ക്ക് താഴോട്ടും ഇടയ്ക്കിടയ്ക്ക് വേദന പോലെയുള്ള വിഷമങ്ങൾ, ഞരമ്പ് സംബന്ധമായിട്ട് കാലിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കഴുത്തിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗം കൂടിയുണ്ട്. നമ്മളെ സഹായിക്കേണ്ട വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇവരുടെയൊക്കെ പെരുമാറ്റം നമുക്ക് അപ്രിയമായിട്ട് തോന്നാം, അവരുടെ സംസാരം അപ്രിയമായിട്ട് തോന്നാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പം എല്ലാ രീതിയിലും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് രാജയോഗമുള്ളൊരു സമയം തന്നെയാണ്. അപ്പോൾ ആ രാജയോഗത്തിനനുസരിച്ച് അനുഭവം ഗുണവും കൂടി കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ച് അതിന് പരിഹാരം ചെയ്യുക. കാരണം ദശാസംബന്ധമായിട്ട് ദോഷങ്ങളുണ്ട്. അത് മറ്റെന്തെങ്കിലും ഗുരുശാപതി അത്യുഗ്ര സർപ്പശാപ ആഭിചാരത ജാതകം ഹൃദ്യതേനോ നിറണാം തത്തൽ ദോഷ പ്രതിക്രിയാണ്. അപ്പോൾ ശാപദോഷം, ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, നാഗദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗുണഫലങ്ങൾ ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പരിശോധിച്ച് അതിനുള്ള പരിഹാരം ചെയ്താൽ മേൽപ്പറയപ്പെട്ട തടസ്സങ്ങൾ മാറും. എന്നാൽ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് അത്ര അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. ജന്മരാമ വനേ ദുഃഖം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കാൻ സാധിക്കാത്ത ഒരു സമയമാണ്. മാത്രമല്ല ദേഷ്യം കൂടുക, എടുത്തിയാട്ടം കൂടുക, തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ വ്യാഴപ്പഴം ഉള്ളതുകൊണ്ട് വിഷ്ണുക്ഷേത്രം, നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന എന്നീ വഴിപാടുകൾ ചെയ്യുക. നാഗപൂജ ചെയ്യണം. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുകയും അതിനോടൊപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ വലിയ ദോഷമില്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.